നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് കോൺഗ്രസുകാർക്ക് രാജ്യസ്നേഹത്തിന് വേണ്ട. ആ മേലങ്കി ഒന്നും അണിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നടക്കേണ്ടതില്ല. ഞങ്ങൾ വിളിക്കുന്ന വന്ദേമാതരം, ഞങ്ങൾ വിളിക്കുന്ന ഭാരത മാതാവ്, അത് ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നതാണ് സാർ. പലപ്പോഴായിട്ട് ഈ കോൺഗ്രസ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഒരു പൊളിറ്റിക്സ് ഇത് ഇത്രയും നാൾ രാജ്യം ഭരിച്ച ഒരു കോൺഗ്രസിന് മനസ്സിലാകുന്നില്ലേ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഞാൻ ഡൽഹിയിലെയും മഹാരാഷ്ട്രയിലെയും എനിക്കറിയാവുന്ന NDAയിലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, വേണുഗോപാൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ AICCയുടെ ഗുജറാത്ത് സമ്മേളനത്തിൻ്റെ ഈ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന സമ്മേളനത്തിൻ്റെ ആ ഔട്ട്കം എന്താണെന്ന് നോക്കുക, അതിൽ നിന്ന് പുറത്തു വന്ന രേഖ എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആ രേഖ നോക്കി അത് കഴിഞ്ഞിട്ട് ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ രേഖയിൽ പ്രധാനമായിട്ട് പറയുന്നത് കോൺഗ്രസ് മാറുന്നു, കോൺഗ്രസിന് പുതിയ ഗെയിം പ്ലാൻ. AIC സമ്മേളനം വളരെ വ്യക്തമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതൊന്നും വിഡിത്തമാണെന്നോ ഈ പറഞ്ഞതൊന്നും തെറ്റാണെന്നോ എനിക്ക് തോന്നുന്നില്ല. അവരുടെ പോളിസി പുതിയ രീതിയിലേക്ക് പോവുകയാണ്. കേരളത്തിലെ UDF നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് അതിൻ്റെ ബേസ് പിടിച്ചുള്ള ഒരു കളിയാണ് ഇനി നടക്കാൻ പോകുന്നത്. രാഷ്ട്രീയ ചതുരംഗക്കളി. ഈ കളി എന്ന് പറയുമ്പോൾ ആർക്കും പേടിക്കരുത്. രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ കോൺഗ്രസ് പുതിയ ഒരു മാറ്റത്തിലേക്ക് വരുന്നു, പുതിയ ഒരു ഗെയിം പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. ആ ഗെയിം പ്ലാൻ എന്തെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ മുഖ്യ സംസ്ഥാനങ്ങളും പിടിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം കേരളത്തിലെ UDF കളിക്കുന്ന പ്ലാനാണ് എന്നവർക്ക് ബോധ്യമായിരിക്കുന്നു. ഇതൊക്കെ എന്ത്? ഇത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മാത്രം തീരുമാനിച്ചതായിരിക്കും. അദ്ദേഹത്തിന് ഒരുപാട് ഫീഡിങ് കിട്ടുന്നുണ്ടാവാം, അദ്ദേഹത്തിന് ഉപദേശിക്കുന്നവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അവർ കണക്ക് കൂട്ടുന്നത്, അതായത് ഭരണം പിടിക്കണമെങ്കിൽ 100-ൽ നിന്നാൽ പോരാ എന്ന് കോൺഗ്രസ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നു. കോൺഗ്രസ് 200-ൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ പിന്നെ UDF നയം എന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് തോന്നുന്നു. അതായത് കേരളത്തിലെ UDF കളിക്കുന്നത് മതേതരത്വം പറയുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുകയും, എന്നാൽ SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അടക്കമുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഫൈറ്റ് നടത്തുകയാണ്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഈ ഫൈറ്റ് സൗത്ത് ഇന്ത്യ മൊത്തം പോകാമെന്നും വേണ്ടി വന്നാൽ ഗോവയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഇത് വിജയിക്കുമെന്നും ബംഗാളിൽ ഇത് വിജയിക്കുമെന്നും ബീഹാറിൽ ഇത് വിജയിക്കുമെന്നും ഒക്കെയുള്ള ചിന്ത, ആസാമിൽ പോലും കുറെ സ്ഥലങ്ങളിലൊക്കെ ഇത് ഏൽക്കുമെന്നും നമ്മുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇത് വിജയിക്കുമെന്നും ഒക്കെ ഉള്ളൊരു കണക്ക് അതൊരു പ്രത്യേക പദ്ധതിയാണല്ലോ. കൂട്ടിലുണ്ട്. ഗെയിം പ്ലാൻ ടോട്ടലി കോൺഗ്രസ് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ദേശവിരുദ്ധമല്ല പ്രശ്നം. ഞങ്ങളിപ്പോൾ ഒരു പുതിയ പദ്ധതി എടുത്തിട്ടുണ്ട്. ആ പദ്ധതി കേഡർ സംവിധാനം, അതായത് ഹിന്ദുത്വ അധിഷ്ഠിതമായ BJPയുടെ കേഡർ സംവിധാനത്തിന് തുല്യമായ ഒരു കേഡർ സംവിധാനം സെറ്റപ്പ് ചെയ്യാനുള്ള പുതിയ നീക്കം കൂടിയാണിത്. അപ്പൊ ആ കേഡർ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അബിയൽ പോലെ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ കൊണ്ടോ പറ്റില്ല. അതിന് വ്യക്തമായ ബാക്ക്ഗ്രൗണ്ടുള്ള ചില കേഡർ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഓരോ നിയോജക മണ്ഡലങ്ങളും എണ്ണി പിടിക്കാൻ കഴിയുന്ന സംവിധാനം. ഒരു 200+, അതാണ് 240 ഇപ്പോൾ BJPക്കുള്ളത്. 200+ വന്നാൽ തന്നെ പലരും ഇങ്ങോട്ട് വരും. ഭരണം കിട്ടിയാൽ ഏത് ദേശസ്നേഹം പറയുന്നവരും ഇങ്ങോട്ട് പോരും എന്നൊക്കെയുള്ള ചില തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പുതിയ നീക്കം. ഈ നീക്കം വളരെ സൂക്ഷിച്ച് രാഷ്ട്രം കാണേണ്ടതും ഈ ജനങ്ങൾ കാണേണ്ടതുമാണ്. ഇത് വളരെ ഭംഗിയായി കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ, അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ നടപ്പിലാക്കും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇതിനകത്ത് ജാതി സെൻസസിന്റെ കൂടെ വരുന്നതും ജാതിയുടെ ഒരു സ്പ്ലിറ്റപ്പ് വരുന്നതും അതിൽ കുറെ പേരെ കൂടെ പിടിച്ചു നിർത്താൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ 240-250 വരെ സീറ്റുകൾ കോൺഗ്രസിന് കിട്ടുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം.
സൗത്ത് ഇന്ത്യ പൂർണ്ണമായിട്ടും കൈക്കൽ ഒതുക്കാൻ പറ്റും എന്നും വിശ്വസിക്കുന്നു. നമ്മൾ മാത്രം രാജ്യസ്നേഹികള്, ബാക്കിയുള്ളവരൊക്കെ രാജ്യദ്രോഹികള് ഈ പ്രസ്താവനയൊക്കെ ഇറക്കി കോൺഗ്രസിനെ ആക്ഷേപിക്കാമെന്ന് ചിലരൊക്കെ വിചാരിക്കുന്നു. വേണുഗോപാൽ പറഞ്ഞത് തന്നെയാണ് കാര്യം. 400-ൽ എത്താമെന്നുള്ളത് 240-ൽ ഞങ്ങൾ എത്തിച്ചു. അടുത്ത പ്രാവശ്യം 140-ൽ എത്തും. അത് ദേശദ്രോഹം പറഞ്ഞൊന്നുമല്ല സാർ, ദേശത്തോടുള്ള കോൺഗ്രസിന്റെ കൂറ് പറഞ്ഞ് 58 കൊല്ലം ഞങ്ങൾ ഈ രാജ്യം ഭരിച്ചപ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തത് പറഞ്ഞ് പാകിസ്ഥാനെ 2 കഷ്ണമാക്കിയ അന്നത്തെ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് മുന്നേറും. അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഈ രീതിയിലുള്ള നറേറ്റീവ് എനിക്ക് വളരെ എന്താ പറഞ്ഞ ഒരു അത്ഭുതം തോന്നി. ശ്രീ വേണുഗോപാൽ, നിങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഈ രീതിയിലുള്ള ചർച്ചകൾ തമിഴ്നാട്ടിൽ ഇനി ഞങ്ങൾക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ 10% വോട്ടേ ഉള്ളൂ. ഞാൻ തുറന്നു പറയാം, അവിടെ DMKയുടെ സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ശരി, ഓക്കെ. കർണാടകത്തിൽ ഞങ്ങൾക്ക് തെലങ്കാനയിൽ ജയിക്കാൻ പറ്റും. ഇവിടെയൊക്കെ തന്നെ SDPIയും RS എന്താ പറഞ്ഞ ന്യൂനപക്ഷങ്ങളെ വെച്ചുകൊണ്ടാണോ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത്? അവരൊന്നും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോലും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. നിങ്ങളെ പോലുള്ള ആളുകൾ ഈ രീതിയിലുള്ള നറേറ്റീവുമായി വന്ന് കോൺഗ്രസ് പാർട്ടിയെ രാജ്യദ്രോഹി എന്നൊക്കെ ചിത്രീകരിക്കുമ്പോൾ അതിൽ എന്താ പറഞ്ഞേ ഞങ്ങൾക്കുള്ള പ്രതിഷേധം സാമാന്യ വാക്കിൽ ഞാനങ്ങ് രേഖപ്പെടുത്തുന്നു. സാർ, നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് കോൺഗ്രസുകാർക്ക് രാജ്യസ്നേഹത്തിന് വേണ്ട. ആ മേലങ്കി ഒന്നും അണിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നടക്കേണ്ടതില്ല. ഞങ്ങൾ വിളിക്കുന്ന വന്ദേമാതരം, ഞങ്ങൾ വിളിക്കുന്ന ഭാരത മാതാവ്, അത് ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നതാണ് സാർ. അത് നീ എന്താ പറഞ്ഞേ ആരെയും ബോധിപ്പിക്കാനോ ആർക്കും വേണ്ടിയല്ല. ഞങ്ങളൊക്കെ മനസ്സിൽ തട്ടി വിളിക്കുന്നതാണ് വന്ദേ മാതരവും ഭാരത മാതാ കീ ജയ്. അതെ, അങ്ങേപ്പോലുള്ള ആളുകളോട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന് മറുപടി നൽകാൻ പറ്റുമെങ്കിൽ തരാം. അത്രേ ഉള്ളൂ. 1986-ൽ രാജീവ് ഗാന്ധിയെ അദ്ദേഹത്തിന്റെ കൂടെ അക്കമ്പനി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ വന്ന പല നേതാക്കളും ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങിയതാണ് എൻ്റെ പ്രവർത്തന ശൈലി. അത് ഇപ്പോൾ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വെറും 15-14 വയസ്സുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ കേരളത്തിലെ ബാക്ക് വാട്ടർ ടൂറിന് കൊണ്ടുപോയി അവരുമായി ഇടപഴകി. അത് ഞാൻ ഒരു ഉപമായിട്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ താഴോട്ടുള്ളവരുമായിട്ട് തോളോട് തോർ ചേർന്ന് പലരുമായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അധികം ബന്ധമില്ലാത്തത് BJPയുടെ ഇപ്പോഴത്തെ MPമാരും നേതാക്കളുമായിട്ട് മാത്രമാണ്. അതിൽ അവസാനമായിട്ട് ഞാൻ നരേന്ദ്രമോദിയുടെ വിസിറ്റ് പൂർണ്ണമായും കൈകാര്യം ചെയ്ത് അതിന്റെ മുഴുവൻ ആൾക്കാരും, അതായത് PMO ഓഫീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇന്നലെ എൻ്റെ സംശയം ചോദിച്ചത് BJPക്കാരോടല്ല, ഇന്ത്യ മുന്നണിയിലെ എനിക്ക് ബന്ധമുള്ള കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ഘടകകക്ഷികളടക്കമുള്ള ചില നേതാക്കളോടാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു ടാക്ടിക്കൽ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചാനൽ ചർച്ച പറയുമെന്നുള്ള ഉദ്ദേശമല്ല അവരിത് പറഞ്ഞത്. വേണുഗോപാൽ ഒരു സംശയം ചോദിക്കുന്നു, അതിന് പറയുന്നു എന്നുള്ളതില്ല. എന്നോട് പറഞ്ഞത് ഗുജറാത്തിലെ AICC സമ്മേളനത്തിന്റെ വിശദവിവരങ്ങൾ തിരക്കുക, അന്വേഷിക്കുക, നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് അല്ല പ്രധാനം, തെരഞ്ഞെടുപ്പ് വിജയമല്ല പ്രധാനം, സാമൂഹിക നീതിയാണ്. അതിനുള്ള തന്ത്രങ്ങളായിരിക്കും ഇനി മെനയുക, കേഡർ സംവിധാനം ഉൾപ്പെടെ. അപ്പൊ അതിൽ വളരെ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ 100-ൽ നിന്ന് താഴോട്ട് പോകാനല്ലാതെ മുകളിലോട്ട് പോകാനുള്ള സാഹചര്യമില്ല. അതാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം. അപ്പൊ എന്റെ കൊച്ചുബുദ്ധിക്ക് പോലും ഇത് തെറ്റാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന മുഴുവൻ പേരും പറയുന്നു രാഹുൽ ഗാന്ധി പറയുന്നത് തെറ്റാണ്, അബദ്ധമാണ്, വിഡ്ഢിത്തരമാണെന്ന്. പക്ഷെ അവർക്കത് വിഡ്ഢിത്തരമായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ഗെയിം പ്ലാൻ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ അത്ര വിശ്വാസമുള്ള കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. വലിയ ഒരു ഗെയിം പ്ലാൻ വരുന്നുണ്ട്, ഒരു ടാക്ടിക്കൽ ഷിഫ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ മുഴുവൻ അടിച്ച് പുറത്താക്കുക അല്ല ഉദ്ദേശം. തീവ്രമായിട്ട് ഹിന്ദുത്വം പറയുകയോ അല്ലെങ്കിൽ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട് നിൽക്കണമോ എന്ന് പറയുന്നവരെ ഒന്നുകിൽ വോയിസ് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സാവകാശം പുറത്താക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുത്തിക്കൊണ്ട് കേരള UDFന്റെ മോഡലിലുള്ള ഒരു സംവിധാനം ഓൾ ഇന്ത്യ ബേസിൽ വരും. കേരള UDF പറയുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമി SDPI ഞങ്ങളുടെ കൂടാണെന്ന്? പറയുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. പക്ഷേ അത് പുറമെ പറയുമ്പോൾ ഞങ്ങൾ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ് മാത്രമേ ഞങ്ങൾക്ക് ബന്ധമുള്ളൂ എന്നല്ലേ പറയുന്നത്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അതുപോലെ ഉള്ള സംവിധാനങ്ങൾ പല സംസ്ഥാനങ്ങളിലും രൂപം കൊള്ളുന്നതിന്റെ ആദ്യ ഘടകം തന്നെയാണ് ഇത് എന്ന് ശ്രീ സേനാപതി എന്നോട് എത്ര ദേഷ്യപ്പെട്ടാലും എനിക്ക് പറയാതിരിക്കാൻ